നിങ്ങളുടെ ശരീരത്തിലെ മസിൽസ് ഗെയിൻ ചെയ്യാൻ പ്രോട്ടീൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരുപാട് ആളുകൾ പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ ഇവരെല്ലാം പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ഉപയോഗിക്കുന്നത് ഒരേ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ചില ആളുകൾ മസിൽസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ചില ആളുകൾ ഓവറോൾ പെർഫോമൻസ് മെച്ചപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ വെയിറ്റ് ലോസിന് വേണ്ടി പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പലർക്കും ഇപ്പോഴും അറിയാത്തത് പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എപ്പോൾ എങ്ങനെ കഴിക്കണം എന്നുള്ളതാണ്. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് എപ്പോൾ കഴിക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെ കഴിക്കുന്നു എന്നുള്ളത് റിസൾട്ടിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രോട്ടീൻ പൗഡർ എപ്പോൾ എങ്ങനെ കഴിക്കണം എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അതുതന്നെയാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, ഞങ്ങളുടെ സെക്കൻഡറി ചാനലായ ലൈവ് 360 എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ആ ചാനലിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു മാക്രോ ന്യൂട്രിയൻ്റ് ആണ്. ഇത് ശരീരത്തിലെ ടിഷ്യൂസ് റിപ്പയർ ചെയ്യാനും ഇൻഫെക്ഷൻ അതുപോലെ തന്നെ ഡിസീസസ് എന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനും മസിൽസ് ബിൽഡ് ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്നു. എപ്പോഴാണ് പ്രോട്ടീൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഓരോ ആളുകളുടെയും ഫിറ്റ്നസ് ഗോളിനനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ ആളുകളും പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. വെയിറ്റ് ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ ഉപയോഗിക്കുന്ന ആളുകൾ എപ്പോഴാണ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യേണ്ടതെന്ന് നോക്കാം. വെയിറ്റ് ലോസിന് വേണ്ടി ആളുകൾ പ്രോട്ടീൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും പ്രോട്ടീൻ കഴിക്കുന്ന സമയത്ത് ഫാറ്റ് ഉരുകി പോകുന്നതല്ല. പക്ഷേ പ്രോട്ടീൻ കഴിക്കുന്നതോടൊപ്പം നമ്മുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുകയും വിശപ്പ് കുറയ്ക്കുകയും ഇത് ചെയ്യുന്നുണ്ട്. നമുക്ക് വിശക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗ്രലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. വിശപ്പിൻ്റെ ഹോർമോൺ എന്നാണ് ഗ്രലിൻ അറിയപ്പെടുന്നത്. നമുക്ക് വിശക്കുന്ന സമയത്ത് വിശക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ തലച്ചോറിലേക്ക് എത്തുകയും നമ്മൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് ഗ്രലിൻ്റെ പ്രവർത്തനം മൂലമാണ്. പ്രോട്ടീൻ കഴിക്കുന്നതിലൂടെ ഈ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുന്നു. അതിലൂടെ നമുക്ക് വിശപ്പ് കുറയുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു. വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പ്രോട്ടീൻ കഴിക്കേണ്ടത് മീൽസിൻ്റെ കൂടെയാണെന്ന് റിസർച്ചുകൾ പറയുന്നു. മീൽസിൻ്റെ കൂടെ പ്രോട്ടീൻ സപ്ലിമെൻ്റായോ അല്ലാതെയോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി മസിൽസ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ എപ്പോഴാണ് പ്രോട്ടീൻ കൺസ്യൂം ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാറ്റബോളിസം സംഭവിക്കുന്നു, അതായത് ബ്രേക്ക് ഡൗൺ നടക്കുന്നു. പല ആളുകളും വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഓടി വന്ന് പ്രോട്ടീൻ കുടിക്കുന്നത് കാണാം. അതിൻ്റെ കാരണം ആനബോളിക് വിൻഡോ എന്നുള്ളൊരു അവസ്ഥയാണ്. ആനബോളിക് വിൻഡോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പോഴും പല ആളുകളുടെയും മനസ്സിലുണ്ട്. ഇത് സംബന്ധിച്ച് ഒരു റിസർച്ച് നടന്നിരുന്നു. 2 ഗ്രൂപ്പുകളെ തിരഞ്ഞെടുത്തു. ആ 2 ഗ്രൂപ്പിനും ഒരേ വർക്കൗട്ടുകളും ഒരേ ഭക്ഷണവും ഒരേ രീതിയിലുള്ള പ്രോട്ടീനും നൽകി. പക്ഷേ ഒരു ഗ്രൂപ്പിന് വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ തന്നെ പ്രോട്ടീൻ കൊടുക്കുകയും മറ്റൊരു ഗ്രൂപ്പിന് വർക്കൗട്ട് കഴിഞ്ഞ് കുറേ സമയത്തിന് ശേഷം പ്രോട്ടീൻ കൊടുക്കുകയും ചെയ്തു. അവരുടെ റിസൾട്ട് നോക്കിയ സമയത്ത് റിസൾട്ടിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 ഗ്രൂപ്പുകൾക്കും ഒരേപോലുള്ള റിസൾട്ട് മാത്രമായിരുന്നു സംഭവിച്ചത്. അതിൽ നിന്നും ഈ ആനബോളിക് വിൻഡോ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റ് മാത്രമാണെന്ന് കണ്ടെത്താൻ സാധിച്ചു. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് രാവിലെ പ്രോട്ടീൻ കഴിക്കുക, അതുപോലെ തന്നെ കിടക്കുന്നതിന് മുൻപായിട്ട് പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രോട്ടീൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കിടക്കുന്നതിന് മുൻപ് തീർച്ചയായിട്ടും പ്രോട്ടീൻ കഴിച്ചിരിക്കണം എന്ന് പറയുന്നത്? നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷൻ വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് പ്രോട്ടീൻ അഡാപ്റ്റേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കും. കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഏതുതരം പ്രോട്ടീൻ കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കെസീൻ പ്രോട്ടീനാണ്. കാരണം ഇതൊരു സ്ലോ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള പ്രോട്ടീനാണ്. ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് 30 സെക്കൻഡ് കൊണ്ട് ഞാൻ നിങ്ങളെ ഒരു ഷൂ പരിചയപ്പെടുത്താം. എൻ്റെ കയ്യിലുള്ളത് അസിക്സിൻ്റെ അപ്കോട്ട് 4 എന്ന് പറയുന്ന ഒരു ബാഡ്മിൻ്റൺ ഇൻഡോർ ഷൂ ആണ്. ഇത് വെയ്റ്റ്ലെസ് ആണ്, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പർ ബോഡി വരുന്നത് മെഷ് മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ സോളിൻ്റെയും അതുപോലെ തന്നെ സ്ട്രക്ചറിൻ്റെയും പ്രത്യേകത കാരണം നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുന്ന സമയത്ത് മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആവാനും അതുപോലെ തന്നെ കംഫർട്ടായിട്ട് കളിക്കാനും സാധിക്കുന്നു. ഇത് വരുന്നത് റബ്ബർ ഗം സോളാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എൻഹാൻസ്ഡ് ഡ്യൂറബിലിറ്റി ആൻഡ് ട്രാക്ഷൻ. നമുക്കറിയാം ബാഡ്മിൻ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ജമ്പിങ് ഒക്കെ വരുന്ന ഗെയിമാണ്. ഇത് വെയ്റ്റ്ലെസ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ സോളിൻ്റെ കംഫർട്ടും കൊണ്ടും ഇഞ്ചുറി കുറയ്ക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ ബാഡ്മിൻ്റൺ ഒക്കെ കളിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ഷൂ തന്നെയാണ് അസിക്സിൻ്റെ അപ്കോട്ട് 4 എന്ന് പറയുന്ന ഈ ഒരു ബാഡ്മിൻ്റൺ ഷൂ. നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാവുന്നതാണ്. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നവരാണ്. മസിൽസ് ബിൽഡ് ചെയ്യുക എന്നതുപോലെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ബിൽഡ് ചെയ്ത മസിൽസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ലോസ് ആവാതെ സൂക്ഷിക്കുക എന്നുള്ളത്. പല റിസർച്ചുകളും പറയുന്നത് 30 വയസ്സിന് ശേഷം
ഓരോ വർഷവും 3% മസിൽസ് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇതിന്റെ പരിഹാര മാർഗമായിട്ട് പറയുന്നത് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുന്നതോടൊപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ 25 ഗ്രാം മുതൽ 30 ഗ്രാം വരെ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇത് പ്രോട്ടീൻ സപ്ലിമെന്റ് ആയോ അല്ലെങ്കിൽ പ്രോട്ടീൻ ഭക്ഷണമായോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മസിൽ ലോസ് തടയാൻ അല്ലെങ്കിൽ മസിൽസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുന്ന ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ 25 മുതൽ 30 ഗ്രാം വരെ പ്രോട്ടീൻ തീർച്ചയായും ഉൾപ്പെടുത്തുക. ഇന്നത്തെ വഴി നമ്മൾ സംസാരിച്ചത് നല്ല റിസൾട്ടിന് വേണ്ടി നമ്മൾ പ്രോട്ടീൻ എപ്പോൾ കഴിക്കണം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ബിബിൻ സൈനിങ് ഓഫ്.